ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. വലിയ കാശ് മുടക്കി വലിയ രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കോടിക്കണക്കിന് പണം ചെലവാക്കി ബ്രസീൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണോ? ബ്രസീലിനെ ഇന്ത്യൻ ടീമിന് കളിക്കാൻ വേണ്ടി, ഒരു സൗഹൃദ മത്സരം കളിക്കാൻ വേണ്ടി ബ്രസീലിനെ ഇത്രയൊക്കെ കാശ് മുടക്കി കൊണ്ടുവരണോ എന്നൊരു ചോദ്യം. അത് സാധാരണ ആളുകളല്ല ചോദിച്ചിരിക്കുന്നത്. ബൈചുങ് ഭൂട്ടിയ, ഇന്ത്യയുടെ ഫോർമർ ഇന്ത്യൻ ക്യാപ്റ്റൻ, മുൻ ഇന്ത്യൻ ക്യാപ്റ്റനാണ്, ഇതിഹാസ താരമാണ് ഇന്ത്യയുടെ. ബൈചുങ് ഭൂട്ടിയ ഉൾപ്പെടെയുള്ളവർ, ചില വലിയ താരങ്ങൾ ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇവർ ബ്രസീൽ വന്നു പോകുമ്പോഴേക്കും പല കോടികളാണ് ചിലവാകുന്നത് എന്ന് തന്നെയാണ്. 70, 75, 80 കോടിയൊക്കെ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ ചിലവാകുമെന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ, കാരണം ഇൻ്റർനാഷണൽ ഒരു ടീം വരുമ്പോൾ അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള സ്റ്റേഡിയം വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും, നവീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. ഇതിനൊക്കെ കോടികൾ ചിലവാക്കേണ്ടി വരും. മാത്രമല്ല, ബ്രസീലിന് വലിയ കോടികൾ കൊടുത്തിട്ടാണ് ബ്രസീലിനെ ഇവിടെ കൊണ്ടുവരുന്നത്. അവർ കളിക്കാൻ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ കോടികൾ ചിലവ് അവർക്ക് കൊടുക്കണം, ഫീസായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൗഹൃദ മത്സരം നടത്തിയത് കൊണ്ട് എന്താണ് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണം എന്നൊരു ചോദ്യം, വലിയൊരു ചോദ്യം ബൈചുങ് ഭൂട്ടിയ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും കാശില്ലാതെ വലയുന്ന ഇന്ത്യൻ ഫുട്ബോളിൽ ഇത്രയൊക്കെ കോടികൾ ചിലവാക്കി ബ്രസീലിനെ കൊടുക്കുന്ന ഇതൊരു മാമാങ്കമാക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ബൈചുങ് ഭൂട്ടിയ. ഒപ്പം തന്നെ ഇന്നലെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യയുടെ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ടീമിനെയാണ്, അതായത് ഫിഫ ആസിയാൻ കപ്പിന് ഒരു ടീമും ബ്രസീലിനെതിരായ കളിയിൽ ഒരു ടീമും, ഇങ്ങനെ 2 ടീമിനെ പ്രഖ്യാപിക്കുന്ന 2 ടീമായിരിക്കും. ഇതിൽ 2 ടീമായിട്ടാണ് 2 കാര്യങ്ങളിലും, അതായത് ബ്രസീലിനെതിരായ മത്സരത്തിലും ആസിയാൻ കപ്പിലും പങ്കെടുക്കുക 2 ടീമായിരിക്കുമെന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇതിനെയും ബൈചുങ് ഭൂട്ടിയ അതിശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഫിഫ ആസിയാൻ കപ്പിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ആസിയാൻ കപ്പാണ് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണം ചെയ്യുക. ആസിയാൻ കപ്പിനാണ് ഇന്ത്യ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഏറ്റവും മികച്ച ടീം ആസിയാൻ കപ്പിനുള്ളതായിരിക്കണം എന്ന് ബൈചുങ് ഭൂട്ടിയ പറയുന്നു. അതിലെ ഒരു സാങ്കേതിക പ്രശ്നം എന്ന് വെച്ചാൽ ഒക്ടോബർ 6 വരെയാണ് ആസിയാൻ കപ്പ്. ബ്രസീലുമായിട്ടുള്ള കളി ഒക്ടോബർ 3-നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 ടീമില്ലാതെ പറ്റില്ല എന്ന സാഹചര്യം വന്നു. അപ്പോൾ അതിനെ ബൈചുങ് ഭൂട്ടിയ അതിശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ആസിയാൻ കപ്പിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? ബ്രസീലിനെതിരായ സൗഹൃദ മത്സരത്തിന് ഒരു മികച്ച ടീം ആണോ അതോ ആസിയാൻ കപ്പിന് മികച്ച ടീം വേണോ എന്ന ചോദ്യത്തിന് ആസിയാൻ കപ്പിന് മികച്ച ടീമിനെ പറഞ്ഞയക്കണം. 2 ടീം ആക്കുന്നതിൽ താൻ എതിരല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബ്രസീലിനെതിരെ കളിക്കുന്നതിനും താൻ എതിരല്ല എന്ന് ഭൂട്ടിയ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ 2 ടീമിനെ വയ്ക്കുമ്പോൾ ഉള്ള മികച്ച കളിക്കാർ വിഭജിക്കപ്പെടില്ലേ? മികച്ച കളിക്കാർ ആസിയാൻ കപ്പിലല്ലേ കളിക്കേണ്ടത്? ഫിഫ നടത്തുന്ന ആസിയാൻ കപ്പിലല്ലേ കളിക്കേണ്ടത്? ആസിയാൻ കപ്പാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ആസിയാൻ കപ്പിന് ഏറ്റവും മികച്ച ടീമിനെ പറഞ്ഞയക്കണമെന്നും ഭൂട്ടിയ പറയുന്നു. അപ്പോൾ അങ്ങനെ ബ്രസീലിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ് ഇവിടെ വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഇത്രയൊക്കെ കാശ് മുടക്കി ഇത്രയൊക്കെ നല്ല കളിക്കാരെ മറ്റൊരു ഫിഫ ടൂർണമെൻറ്റിന് വിടാതെ ഇതിന് കളിപ്പിക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അടിസ്ഥാനപരമായി ആ ചോദ്യങ്ങൾ വളരെ ശരിയാണ് താനും. അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇന്ത്യൻ ഫുട്ബോളിൽ പണമില്ലാതിരിക്കെ, ഇവിടുത്തെ ആഭ്യന്തര ലീഗായ ISL വരെ വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കെ ഇങ്ങനെ കോടികൾ മുടക്കി ബ്രസീലിനെ കൊടുന്ന് ഒരൊറ്റ കളി കളിപ്പിച്ചതുകൊണ്ട്, ഒരു സൗഹൃദ മത്സരം കളിപ്പിച്ചതുകൊണ്ട് എന്താണ് നേട്ടം എന്നൊരു ചോദ്യം വലിയ ചോദ്യമായി ഇന്ത്യൻ ഫുട്ബോളിൽ അവശേഷിക്കുകയാണ്.